നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. IPL 2025 ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുക ആരൊക്കെയാവും? ഇന്നലെ IPL താരലേലം കഴിഞ്ഞതോടെ ഓരോ സ്ക്വാഡും സെറ്റായി കഴിഞ്ഞു. നമ്മളതിൽ ഓരോ സ്ക്വാഡിനെക്കുറിച്ചും വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും. അങ്ങനെ അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ വേറെ നമ്മൾ അനലൈസ് ചെയ്യും. ഇപ്പോൾ സ്ക്വാഡിനെ പരിചയപ്പെടുന്ന വീഡിയോ സീരീസാണ്. അതിൻ്റെ 6ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് GT യെക്കുറിച്ചാണ്. ഗുജറാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സ്ക്വാഡിൽ നിലനിർത്തിയവരുണ്ട്. ഇപ്പോൾ ശുഭ്മൻ ഗില്ലിനെ പോലെ, റാഷിദ് ഖാനെ പോലെ, സായി സുദർശനെ പോലെയുള്ള താരങ്ങൾ ഒരു ഭാഗത്തുണ്ട്. കൂടാതെ വമ്പൻ താരങ്ങളെ ജോസ് ബട്ട്ലറെ പോലെ, കാഗിസോ റബാദയെ പോലെ, മുഹമ്മദ് സിറാജിനെ പോലെ, ജെറാൾ കോട്സിയെ പോലെയുള്ള വമ്പൻ താരങ്ങൾ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. സോ മോശമല്ലാത്തൊരു സ്ക്വാഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. IPLിലേക്ക് എൻട്രി ചെയ്തിട്ട് തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ച ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. പിന്നെ അവരുടെ നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് പോയതും മറ്റുമൊക്കെ കഴിഞ്ഞ സീസണിൽ അവരൊന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ എല്ലാം റീസെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. മെഗാ ഓപ്ഷൻ കഴിഞ്ഞു, എല്ലാ ടീമിലും മാറ്റം. സോ മികച്ച സ്ക്വാഡ് തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. 119.85 കോടി രൂപ കൊടുത്ത് 25 താരങ്ങളുടെ ഒരു സ്ക്വാഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്വാഡ് സൈസ് 25ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ IPLിൽ മിനിമം സ്ക്വാഡ് സൈസ് എന്ന് പറയുന്നത് 18ഉം മാക്സിമം സ്ക്വാഡ് സൈസ് എന്ന് പറഞ്ഞാൽ 25ഉമാണ്. അപ്പോൾ ആ മാക്സിമം സ്ക്വാഡ് സൈസ് തന്നെ അവർ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. 119.85 കോടി രൂപ ചിലവഴിച്ചെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ പേഴ്സിൽ ബാക്കിയുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ. സോ ആരൊക്കെയാണ് ഗുജറാത്തിൻ്റെ സ്ക്വാഡിൽ നോക്കാം. ഇത് റീറ്റൻഷൻ ചെയ്തവരും പുതുതായിട്ട് വിളിച്ചെടുത്തവരും ഒക്കെ ചേർന്ന 25 പേരുടെ ലിസ്റ്റാണ്. ശുഭ്മൻ ഗില്ല് നായകനായിട്ട് ഗില്ല് തന്നെ ആയിരിക്കും. നമുക്കറിയാം അവർ സ്ക്വാഡിൻ്റെ പുത്തൻ മുഖമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അവരുടെ ബ്രാൻഡിൻ്റെ പുതിയ മുഖം എന്ന രൂപത്തിലാണ് കഴിഞ്ഞ തവണ ഗില്ലിനെ അവതരിപ്പിക്കുന്നത്. സോ ഗില്ല് തന്നെ തുടരും. ഗില്ലിനൊപ്പം റാഷിദ് ഖാൻ ഉണ്ട്, അവരുടെ സുപ്രധാന താരമായിരുന്നല്ലോ പോയ സീസണിലൊക്കെ. സോ അദ്ദേഹം തുടരും. പിന്നെ സായ് സുദർശൻ, രാഹുൽ തെവാറ്റിയ, ഷാരൂഖ് ഖാൻ. ഇത്തവണ ജോസ് ബട്ട്ലർ എത്തിച്ചിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിലായിരുന്നല്ലോ ജോസേട്ടൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അവിടെ അദ്ദേഹം തുടരുന്നില്ല. ഇത്തവണ അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ പോകുന്നു. ഒപ്പം മുഹമ്മദ് സിറാജ്, ഇന്ത്യൻ പേസ് ബൗളിങ്ങിൻ്റെ കുന്തമുന, ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റിലടക്കം ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്ന മുഹമ്മദ് സിറാജ്. RCB അദ്ദേഹത്തെ ഇത്തവണ നിലനിർത്തിയില്ല. ഓപ്ഷനിലും അവർക്ക് വലിയ താല്പര്യം കാണിച്ചില്ല. സോ ആ മുഹമ്മദ് സിറാജ് GTയുടെ നിരയിലുണ്ടാകും. പിന്നെ കാഗിസോ റബാദ, സൗത്ത് ആഫ്രിക്കൻ പേസ് എയ്സ് കാഗിസോ റബാദ, മറ്റൊരു ഇന്ത്യൻ പേസർ പ്രസിദ്ധ് കൃഷ്ണ. മികച്ച പേസ് ബൗളിംഗ് നിരയാണെന്ന് നോക്കണേ. ജെറാൾ കോട്സി ഉണ്ട്, സൗത്ത് ആഫ്രിക്കൻ യുവ പേസർ ജെറാൾ കോട്സി. കൂടാതെ നിഷാന്ത് സിന്ധു, മഹിബാൽ ലോംറോർ, കുമാർ കുഷാഗ്ര, അനൂജ് റാവത്ത്, മനവ് സുഥാർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അഭിവാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന വാഷിങ്ടൺ സുന്ദർ, അതുപോലെ അർഷദ് ഖാൻ, ഗുർനൂർ ബ്രാർ, വിദേശ താരം ഷർഫൈൻ റുദർഫോർഡ്, സായ് കിഷോർ, ഇഷാന്ത് ശർമ്മ, ജയന്ത് യാദവ്, ഗ്ലെൻ ഫിലിപ്സ്. ആദ്യം അൺസോൾഡായി പോയെങ്കിലും പിന്നെ ഗ്ലെൻ ഫിലിപ്സിനെ GT എടുക്കുകയായിരുന്നു. ഗ്ലെൻ ഫിലിപ്സ്, അതുപോലെ അഫ്ഗാനി താരം കരീം ജന്നത്ത്, ഒപ്പം കുൽവന്ത് കജ്റോളിയ. ഇതാണ് ഇത്തവണത്തെ GTയുടെ സ്ക്വാഡ്. സോ മോശമല്ലാത്ത സ്ക്വാഡ് തന്നെയുണ്ട്. GTയുടെ ആരാധകർ ഇത്തവണയും മികച്ച പ്രകടനമാണ് സ്വപ്നം കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.